വെയിലേറ്റും മഴയേറ്റും കാറ്റേറ്റും ചൂടേറ്റും രാവേറ്റും രാവിലും പകലിലും രാത്രിയെ പകലാക്കി കുറച്ച് ആദിവാസികൾ മലപ്പുറം കളക്ട്രേറ്റിന് മുന്നിൽ സമരം ചെയ്യുന്നുണ്ട്. ആദ്യമായി ഈ ഭൂമിയിൽ വന്നവർ ആദിവാസികൾ. നമ്മൾ പക്ഷേ ആദ്യവാസികളെന്നവരെ വിളിക്കേണ്ടതിന് പകരം ആദ്യവാസികളെന്ന് വിളിച്ചാൽ ആ പേരിൽ തന്നെ അറിയാൻ പറ്റും അവർ ആദ്യമായി വന്ന് വസിച്ചവരാണെന്ന്. അങ്ങനെ വിളിക്കാതെ നമ്മൾ അവർ ആദിവാസികളെന്ന് വിളിച്ചപ്പോൾ അവർ കാടന്മാരായി, മോശക്കാരായി, വളരെ മോശപ്പെട്ട ആളുകളായി. 90 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ഗ്രോവാസുവിനെ പോലെയുള്ള ആളുകൾ നേതൃത്വം നൽകുന്ന മനോഹരമായ ഒരു സമരമാണ്, അതിമനോഹരമായ ഒരു സമരമാണ് മലപ്പുറം കളക്ട്രേറ്റിന് മുന്നിൽ നടക്കുന്നത്. സമര നായിക എന്ന് പറയുന്നത് ഒരു വനിതയാണ്, ആദിവാസി യുവതിയാണ് ബിന്ദു വൈലാശ്ശേരി. ഞങ്ങൾ എങ്കള മണ്ണും കൊണ്ടേ ഇവിടെ നിന്ന് പോവുകയുള്ളൂ. എന്താണ് രാജൻ സാറേ റവന്യൂ മന്ത്രി, എന്താണ് മുഖ്യമന്ത്രി പിണറായി സാറേ, എന്താണ് നമ്മുടെ സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രി, സാമൂഹ്യനീതി മന്ത്രി, പട്ടികജാതി പട്ടികവർഗ മന്ത്രി കേളു സാറേ, എന്താണ് അവർക്ക് ഈ ഭൂമി കൊടുക്കാൻ, 60 കുടുംബങ്ങൾക്ക് ഭൂമി കൊടുക്കാൻ എന്താണ് തടസ്സം? കേരളത്തിൽ ഭൂമിയില്ലയോ? ഭൂപതിവ് നിയമത്തിന് പ്രശ്നമുണ്ടോ? പട്ടയത്തിൻ്റെ പ്രശ്നമുണ്ടോ? മുതലാളിമാരുടെ കയ്യിലിരിക്കുകയാണോ? എസ്റ്റേറ്റുകാരുടെ കയ്യിലാണോ ഭൂമി? എന്താണ് പ്രശ്നമെന്ന് നിങ്ങൾ കേരള സമൂഹത്തോട് പറയണം. ഞാൻ പറഞ്ഞ പോലെ കഴിഞ്ഞ എത്രയോ നിലമ്പൂർ തെരഞ്ഞെടുപ്പിന് മുമ്പേ അവർ തുടങ്ങിയതാണ്. എത്രയോ ദിവസമായി രാവെന്നും പകലെന്നും നോക്കാതെ ആദിവാസി സ്ത്രീകൾ, കുറച്ച് പുരുഷൻ ഗ്രോവാസുവിനെ പോലെയുള്ള, വാസുവേട്ടൻ എന്നൊക്കെ വിളിക്കാൻ കാര്യം എന്നെക്കാൾ എത്രയോ പ്രായം കൂടിയ വ്യക്തിയാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിനെ പോലെയുള്ള മഹത് വ്യക്തികളുടെ നേതൃത്വത്തിൽ വളരെ നിശബ്ദമായ ഒരു ഗാന്ധിയൻ സമരം നടത്തുന്നുണ്ട്. നമുക്കറിയാം, നേരത്തെ മുത്തങ്ങയിലുമൊക്കെ നടന്ന കലാപവും CK ജാനുവിൻ്റെ പ്രവർത്തനങ്ങളുമൊക്കെ നമ്മൾ കണ്ട കേരളമാണ്. അതുപോലെ തന്നെ ധാരാളം സ്ഥലങ്ങളിൽ അരിപ്പയിലുമൊക്കെ വലിയ കലാപങ്ങൾ നടന്നിട്ടുള്ള നാടാണ് ഇവിടെ. ആദിവാസികൾ കലാപം നടത്തിയ നാടാണ് ഇവിടെ. പക്ഷെ ഇവിടെ ഒരു കലാപവുമില്ലാതെ പാവപ്പെട്ട കുറച്ച് ആളുകൾ അവരുടെ ജീവിതത്തിൽ ജനിച്ചു പോയത് കൊണ്ട് തന്നെ നല്ല ഭക്ഷണം കഴിക്കുവാനും നല്ല വസ്ത്രം ധരിക്കുവാനും, ആദിവാസികൾ അങ്ങനെ കൂടിയ വസ്ത്രം ധരിക്കുന്നവരല്ല, എന്നാലും അത്യാവശ്യം വസ്ത്രം ധരിക്കുവാനും, അവർക്ക് അത്യാവശ്യം എന്ന് പറഞ്ഞാൽ അവരുടെ ആവശ്യമുള്ള വസ്ത്രം ധരിക്കുവാനും ഒന്ന് തല ചായ്ക്കുവാനുമൊക്കെ ഉള്ള സൗകര്യങ്ങളുമൊക്കെയാണ് അവർ ചോദിക്കുന്നത്. അവർക്ക് ഭൂമി കൊടുത്തേ കഴിയൂ. ഞാൻ പറഞ്ഞതുപോലെ അവർ ആദിവാസികളല്ല, ആദ്യവാസികളാണ്. അവർ ഈ പ്രകൃതിയോട് ചേർന്ന് ജീവിക്കുന്നവരാണ്. ഈ ഭൂമിയിൽ ഒരു നാശവും ഉണ്ടാക്കാത്തവരാണ്. അങ്ങനെയുള്ള പാവപ്പെട്ട ആദിവാസികളെ ഭൂമി കണ്ടില്ല എന്ന് പറയുന്നത് ഒരു ഭരണകൂടത്തിനും മൗഢ്യമായ കാര്യമല്ല. മൂഢത പാടില്ല. നമുക്ക് കണ്ണുണ്ടായാൽ പോരാ കാണണം, ചെവിയുണ്ടായാൽ പോരാ കേൾക്കണം, നാവുണ്ടായാൽ പോരാ സംസാരിക്കണം എന്ന് പറയുന്നൊരു തിയറിയുണ്ട്, പഴമൊഴിയുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട രാജൻ സാറേ, റവന്യൂ മന്ത്രി, അങ്ങ് വളരെ സൗമ്യനാണ്, അങ്ങ് മാന്യനാണ്, അഴിമതിക്കാരനല്ല. പക്ഷേ ഇത്തരം കാര്യങ്ങളിൽ കർക്കശമായ നിലപാടാണ് ആവശ്യം. അതെടുക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. അങ്ങയോടുള്ളൊരു അഭ്യർത്ഥനയാണ്. ആദിവാസികളായി മലപ്പുറം ജില്ലയിലെ കളക്ട്രേറ്റിൽ സമരം ചെയ്യുന്ന ബിന്ദു വൈലാശ്ശേരിയും ഗ്രോവാസുവിനും അതുപോലുള്ള എല്ലാവർക്കും പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് പറയുന്നു, നിങ്ങൾ ആദിവാസികൾക്കുള്ളത് ആദിവാസികൾക്ക് കൊടുക്കണം. അവർ ആദ്യവാസികളായി ഭൂമിയിൽ വന്നവരാണ്. അവർക്കുള്ളത് അവർക്ക് കൊടുക്കുക തന്നെ വേണം. അതിനുള്ള ചട്ടങ്ങളും നിയമങ്ങളും എവിടെയാണ് പൊളിച്ചെഴുതേണ്ടതെന്ന് പറഞ്ഞാൽ അടിയന്തരമായത് പൊളിച്ചെഴുത്ത് നടക്കട്ടെ. ആദിവാസികൾക്കുള്ളത് ആദിവാസികൾക്ക് കൊടുക്കുക തന്നെ വേണം.